നിങ്ങളിപ്പോൾ ആരോടെങ്കിലും പറഞ്ഞാലും അവരൊന്നും വിശ്വസിക്കാൻ പോണില്ലാത്ത നിങ്ങളുടെ പാരനോർമൽ അനുഭവങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹൊറർ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റിൻ്റെ ഇടയിൽ വന്ന അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഉറങ്ങുമായിരുന്നു. ആരോ എൻ്റെ അടുത്ത് ജനലടക്കി എന്ന് പറയുന്നത് കേട്ടാണ് ഞാൻ എണീക്കുന്നത്. എ സി ഇല്ലാത്തതുകൊണ്ടും സമ്മർ ആയതുകൊണ്ടും ഞാൻ ജനലടയ്ക്കാതെ തിരിച്ചു കിടന്നുറങ്ങി. പിന്നെ ഞാൻ ആ ശബ്ദം ജനലടക്കി എന്ന് പറഞ്ഞ് അലർന്ന് കേട്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റ് പോയിട്ട് ആ ജനൽ അടച്ചു. അടുത്ത ദിവസം ജനലിൻ്റെ പുറത്ത് ഡേർട്ടി ഫിംഗർ പ്രിൻറ്റ്സ് കണ്ടു. ആരോ വിൻഡോ തുറക്കാൻ നോക്കിയതുപോലെ. അടുത്തത്, ഞാനും ബ്രദറും ഒരു റൂമാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ചെറുപ്പത്തിൽ. എനിക്ക് 7 വയസ്സും അവൻ 5 വയസ്സും ആയിരിക്കും. അവൻ പാതിരാത്രി എണീറ്റ് അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കളിക്കാൻ പോവാ എന്ന് പറയും. അവൻ ഉറക്കം വരാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കാൻ പോവുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു രാത്രി ഞാൻ ആളുകൾ സംസാരിക്കുന്ന ശബ്ദം കേട്ടാണ് എഴുന്നേറ്റത്. ഒരു ചെറിയ പെൺകുട്ടി നിന്റെ ചേച്ചി എഴുന്നേറ്റു എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ക്ലിയർ ആയിട്ട് കേട്ടു. ഞാൻ എഴുന്നേറ്റ് അവൻ കളിക്കുന്ന സ്ഥലത്ത് പോയി നോക്കി. അവൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് കളിച്ചുകൊണ്ടിരുന്നത്. അടുത്തത്, ഇതെൻ്റെ അനുഭവമല്ല, എൻ്റെ ചേച്ചിയുടെ അനുഭവമാണ്. ചേച്ചിക്കും എനിക്കും ഒരു റൂമാണ്. എൻ്റെ അനിയത്തിയുടെ റൂം ഞങ്ങളുടെ തൊട്ടപ്പുറത്താണ്. ഒരു രാത്രി ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചേച്ചി അനിയത്തിനെ ഹാളിൽ കണ്ടു. അപ്പോൾ ചേച്ചി അവളെ വിളിച്ചിട്ട് അവളുടെ അടുത്ത് വന്ന് കിടക്കാൻ പറഞ്ഞു. അനിയത്തി ഒന്നും മിണ്ടാതെ നേരെ വന്ന് ചേച്ചിയുടെ കാലിൻ്റെ അവിടെ ചുരുണ്ടുകൂടി കിടന്നു. ഈ പെരുമാറ്റത്തിൽ എന്തോ സ്ട്രേഞ്ച് ആയി തോന്നിയപ്പോൾ ചേച്ചി അനിയത്തിയുടെ പേര് വിളിച്ചു. അപ്പം അനിയത്തി വിളി കേട്ടു. പക്ഷേ വിളി കേട്ടത് അനിയത്തിയുടെ റൂമിൽ നിന്നായിരുന്നു. 6 വയസ്സുള്ളപ്പോൾ ഞാൻ ഇരുട്ടുള്ള റൂമിൽ കിടക്കുമായിരുന്നു. അമ്മ അകത്ത് വന്ന് എന്നെ പുതപ്പുകൊണ്ട് പൊതിച്ചു. എന്നിട്ട് ഇപ്പോഴും ഉറങ്ങാത്തതിന് ചെറുതായിട്ട് ചീത്ത പറഞ്ഞു. എന്നിട്ട് അമ്മ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ ഡോർ ചെറുതായിട്ട് തുറന്നു വെച്ചു വെളിച്ചകത്തേക്ക് കിടക്കാൻ. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഡോറിന്റെ വശത്തേക്ക് നോക്കിയപ്പോൾ ഡോറിന്റെ ഗ്യാപ്പിലൂടെ എൻ്റെ അമ്മയുടെ കണ്ണുകൾ എന്നെ നോക്കുന്നു. ഡോറും ചുമരും കണക്ട് ആയിക്കുന്ന ആ ഹിഞ്ചസ് ഉള്ള ഗ്യാപ്പിലൂടെയാണ് നോക്കിയത്. ഞാനപ്പോൾ ചോദിച്ചു, അമ്മ എന്താ അവിടെ ചെയ്യുന്നേ, എന്തിനാ എന്നെ നോക്കുന്നേന്ന്. ഞാൻ എണീറ്റ് പോയി ആ ചെറിയ ക്രാക്കിലൂടെ അമ്മയെ നോക്കി. അമ്മ എന്നെ തിരിച്ചു നോക്കി. ആ ചെറിയ നാരോയിലൂടെ അമ്മയുടെ നെറ്റി മുതൽ താടി വരെ എനിക്ക് കാണായിരുന്നു. എന്നിട്ട് ഞാൻ അവിടുന്ന് ഡോറ് കടന്ന് പുറത്തു വന്നു അമ്മേനോട് കാര്യം ചോദിക്കാൻ വേണ്ടി. അമ്മ അവിടെ ഉണ്ടായില്ല. ഇതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കും. എൻ്റെ ഒരേ ഒരു ഫസ്റ്റ് സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ്.